അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ ഉത്ഭവിക്കുന്ന 3 മുക്തന്മാരെ പറ്റി പറഞ്ഞു. മഹാകർത്തൻ, മഹാഭോഗി, മഹാത്യാഗി. ഇങ്ങനെ 3 തരം ജീവൻ മുക്തന്മാർ ഇതിൽ ഉണ്ടാവും. ഈ 3 പേർക്ക് ആണ് പോലും ഈ മുക്തി സാമ്രാജ്യത്തിൻ്റെ അധികാരം കിട്ടുന്നത്. ബാക്കി ആർക്കും കിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇങ്ങനെ ഒരു പ്രകൃതം ഈ ആളിൽ വരും. ഇതെല്ലാം പറഞ്ഞില്ലേ, ഇതെല്ലാം ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്വഭാവം നിഴലിച്ച് കാണാം. അതിൽ ആദ്യത്തെ ആൾ പറഞ്ഞത് മഹാകർത്തൻ. മഹാകർത്തൻ എന്ന് വെച്ചാൽ ഒരു കാര്യങ്ങളും ചെയ്യുകയില്ല, ചെയ്യിപ്പിക്കുകയില്ല. അത് ഉദാഹരണം പറഞ്ഞാൽ ഗാന്ധശില ഉദാഹരണമായിട്ട് പറഞ്ഞു. ഗാന്ധശിലയുടെ മുമ്പിൽ അകപ്പെടുന്ന ഇരുമ്പുകൾ ചേഷ്ടിക്കും. അത് പക്ഷേ അതിന് ഗാന്ധം അതിനെ ചേഷ്ടിക്കാൻ പറഞ്ഞ് പ്രേരിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷെ അതിൻ്റെ സന്നിധിയിൽ ഇത് അതിൻ്റെ ധർമ്മമായിരിക്കുന്ന ചലനത്തെ അത് ചെയ്യും. ഇതാണ് മഹാകർത്തൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞത്. മഹാഭോഗിയുടെ ലക്ഷണമായിട്ട് പറഞ്ഞത് ഈ കാട്ടുതീ. ഇത് പിന്നെ നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നും നോക്കാതെ എല്ലാത്തിനെയും അത് ഭസ്മമാക്കി കളയും. ഇത് അത് ഉള്ളുന്നതാണ്, അത് ആഹരിച്ച് കളയുമെന്നാണ് പറയുന്നത്. അത് വിഴുങ്ങിക്കളയും. ഈ രൂപത്തിൽ ഇത് വേറൊരു പ്രകൃതമുള്ള ജ്ഞാനികളാണ്. അവരെ സംബന്ധിച്ച് നല്ലതോ ചീത്തയോ ഒന്നുമില്ല. അവർക്ക് അങ്ങനെ ഒരു നോട്ടവുമില്ല ഒന്നിലും. അവരങ്ങനെ ജീവിക്കും. നമ്മളതിന് ചില ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പട്ടണക്കാരെ പറ്റി പറഞ്ഞതാണ്. ഒരിക്കൽ കിട്ടിയ അപ്പം അത് നോക്കിയില്ല, അത് പിന്നെ എടുത്ത് കഴിച്ചതായിട്ടാണ് കേട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അത് കൊടുത്തവരെ പിന്നെ അവർക്ക് അതിൻ്റെ ഫലം വന്നതും കണ്ടു. ഇനി 3ാമത്തെ ആളാണ് മഹാത്യാഗി. ത്യാഗി എന്നുള്ളത് വാസ്തവത്തിൽ ഈ ജീവൻ മുക്ത പുരുഷന്മാരുടെ പേരാണ്. ത്യാഗികൾ, സന്യാസി എന്നല്ല പറയുന്നത്, ത്യാഗികൾ. വലിയ ത്യാഗികളാണ് അവർ, മഹാത്യാഗികളാണ്. അവരുടെ ലക്ഷണം എന്താണ് പറഞ്ഞത് കൃഷ്ണ? സ്ഫടികം അതിനെ അഭിമുഖീകരിക്കുന്ന ഇപ്പൊ റോസാപ്പൂ, ചെമ്പരത്തിപ്പൂ, പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും വർണ്ണങ്ങളെ അത് സ്വീകരിച്ച് സ്ഫടികം അതുപോലെ ആവും. പക്ഷെ അവർ പറയുന്നു ഈ സ്ഫടികത്തിൽ ഇത് പറ്റുന്നില്ല. നോക്കുമ്പോൾ അത് പറ്റിയതുപോലെ പോകും, പക്ഷെ സ്ഫടികത്തിൽ അത് പറ്റിയിട്ടില്ല. ഈ രൂപത്തിലാണ്. ഇതാണ് 3ാമത്തെ അതാണ് ഏറ്റവും വലിയ ആളാണ് ഈ പറഞ്ഞ സ്ഫടികം പോലെ. അതായത് അവർക്ക് അറിയാം, അവരറിയുന്നു ഇതെല്ലാം അന്ധകരണത്തിന്റെ ചേലുകളാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് ആ ചേലിന് അതിന് വിധേയമായി പ്രവർത്തിക്കുന്നതിന് സാക്ഷിയായിട്ട് എപ്പോഴും താൻ ഇങ്ങനെ നിലകൊള്ളാമെന്നൊരു പ്രത്യേക ഒരു കഴിവാണ്. അത് മഹാത്യാഗിയുടെ ലക്ഷണമാണ്. ത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, എല്ലാം അവൻ ത്യാഗം ചെയ്തു. അവന്റെ സുഖത്തെ അവൻ ത്യാഗം ചെയ്തു, അവന്റെ ധനത്തെ ത്യാഗം ചെയ്തു, അവന്റെ പ്രതാപത്തെ ത്യാഗം ചെയ്തു. എല്ലാം ത്യാഗം ചെയ്തിരിക്കുന്ന ഒരു നിലയുമാണിത്. നല്ല സുന്ദരമായിട്ട് കല്യാണമൊക്കെ കഴിച്ച് ഒരു വലിയ കുടുംബ ജീവിതം നയിക്കാവുന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതെല്ലാം ത്യാഗം ചെയ്തു. ഇതാണ് ത്യാഗം. ത്യാഗികളാണ്. അങ്ങനെയുള്ള ത്യാഗികളാണ് നമ്മുടെ ഭാരതത്തിന്റെ ഋഷിവംശത്തില് വരുന്നവര്. നോക്കിയേക്കാണ്. അപ്പൊ പറഞ്ഞല്ലോ, ഇത് പറഞ്ഞു വന്ന ഇതാണ് 3 തരം ജ്ഞാനികള്, ജീവൻ മുക്ത പുരുഷന്മാർ ഇതിലുണ്ടാവും. അത് 3 വ്യത്യസ്ത തരങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സ്വഭാവമുള്ളവര് ജ്ഞാനികളാണ്. ഇവർക്കാണ് ഈ മുക്തിപഥത്തിന് അർഹതയുള്ളവർ. ബാക്കി ആർക്കും ഈ മുക്തിപഥത്തിന് അർഹതയില്ല. ദോഷമില്ല. വീണ്ടും അവർ ജനിച്ച് മരിച്ച് വീണ്ടും ഇതുപോലെയുള്ള പാന്താവിൽ വന്നു പഴകി അങ്ങനെയൊക്കെ അവർ രക്ഷപ്പെട്ടു പോകും. എന്തായാലും ശരീരം എടുത്തു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ജന്മം ഇതിൽ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സീരീസ് ഓഫ് ജന്മമാണ്, ഒരു റൊട്ടേഷനാണ്. മനുഷ്യയിൽ വരിക എന്നുള്ളത് ആ മുക്തിപഥത്തിൽ ഏറെക്കുറെ അർഹത വരുമ്പോൾ മനുഷ്യ ജന്മത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ജന്മം മുക്തി അടഞ്ഞില്ലെങ്കിൽ വീണ്ടും തിരിച്ച് സൈക്കിൾ പോകും. പോവാതിരിക്കണം. എന്ത് വേണം? ശ്രവണ മനന നിത്യാസനങ്ങൾ ചെയ്ത് ജീവിതം അയക്കണം. ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഹരിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഇതേ കണക്ക് തന്നെ വന്ന് ചേരാൻ പറ്റും. കാരണം മനുഷ്യർക്ക് മാത്രമേ ഈ വിചാരം ചെയ്യാനുള്ള ശക്തിയുള്ളൂ. ഇതര മൃഗങ്ങൾക്കില്ലെന്നാണ് പറയുന്നത്.
തിബേർസ്വാമി പറയുന്നത് ഇതാണ്, സുഷുപ്തി മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ, മൃഗങ്ങൾക്ക് സുഷുപ്തിയില്ല. പക്ഷെ അവർ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ ഗാഠനിദ്ര അവർക്കില്ല, അവർ സ്വപ്നം കണ്ട് ഉറങ്ങുകയാണ്. അതുകൊണ്ട് അതിന്റെ അടുത്തൂടെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു ഉറങ്ങി കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. ഒരു ചെറിയ ശബ്ദം പോലും അത് ഉണർന്നു വന്ന് അവർ ആക്രമിക്കും എന്നൊക്കെ പറയും സ്വാമി. അതുപോലെ അല്ല മനുഷ്യന് സുഷുപ്തി വന്നാൽ, രമണ ഭഗവാന് സുഷുപ്തി വന്നപ്പോഴേ ഇത്ര തട്ടിയാൽ ഇളവില്ല. ആളുകൾ എടുത്തുകൊണ്ട് വെള്ളത്തിൽ ഇട്ടെന്നാണ് പറഞ്ഞത്. വെള്ളത്തിലിട്ടിട്ട് അവിടെ ഉറങ്ങി കിടന്നു എന്നാണ് പറഞ്ഞത്. അത്ര ശക്തിയായ സുഷുപ്തിയിലുണ്ട്. നമ്മളൊക്കെ ആരറിയുന്നു, എന്തറിയുന്നു, എന്തെല്ലാം അത്ഭുതങ്ങൾ ഇതിൽ നിൽക്കുന്നു അല്ലേ? അതൊക്കെ അതിൻ്റെതായ പുണ്യശാലികൾക്ക് അതിൻ്റെതായ യോഗ്യതയുള്ളവർ അനുഭവിക്കും. അതാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ മനുഷ്യർക്ക് സുഷുപ്തി വന്നത് കൊണ്ടാണ് പോലും ഈ ജ്ഞാനോപദേശം ചെയ്യാൻ സാധിച്ചത്. അതല്ലെങ്കിൽ എങ്ങനെ പറ്റും? സ്വപ്നം വരെ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ജ്ഞാനോപദേശം ചെയ്യാൻ പറ്റും? എന്താണ് സുഷുപ്തിയെ ഉദാഹരിച്ച് ജ്ഞാനോപദേശം ചെയ്യാൻ പറ്റണമെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, നീ ഈ ലോകവസ്തുക്കളെല്ലാം പിടിച്ചില്ലേ സന്തോഷമായിട്ട് ഈ ജാഗ്രത അവസ്ഥ നീ കൈകാര്യം ചെയ്തത്. നീ നോക്കൂ, ഒരു വകയില്ലാതെ നീ ആനന്ദമായിട്ട് സുഷുപ്തിയിൽ ഇരുന്നില്ലേ? അതിനോട് ഒരു വകയില്ല. നിന്റെ വീടില്ല, നീ വെച്ച വീടില്ല, പണമില്ല, മക്കളില്ല, ബന്ധുക്കളില്ല. പിന്നെ പുകഴ്ത്തുന്ന ആളുകളുണ്ട്, അവര് കുറെ പേര് അങ്ങനെ ഉണ്ട്. അപ്പൊ അവരില്ല, വിദൂഷകന്മാരില്ല. ഇങ്ങനെ ഇരുന്ന് നീ ആനന്ദം അനുഭവിച്ചില്ല. അവിടെ ഈ ആനന്ദം അനുഭവിക്കുന്നതിന് എന്താണ് നിനക്ക് കാരണമായിരുന്നതെന്ന് നീ നോക്കി പറയൂ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സുഷുപ്തി കാണിച്ചു തന്നു, ഭഗവാൻ കാണിച്ചു തന്നു. എന്തിന്? ഇതൊന്നും അല്ലടാ സുഖത്തിന് ഹേതു എന്ന് കാണിച്ചു തന്നു. ഇതെല്ലാം വിടുന്നതാണ് സുഖം, ഇതെല്ലാം വെക്കുന്ന ദുഃഖം, ഇതെല്ലാം വിടുന്നത് ആനന്ദമാണെന്ന് കാണിച്ചു തന്നിരിക്കുക. ഓക്കെ, അങ്ങനെയാണ് ജ്ഞാനോപദേശം ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 മുക്തന്മാരെ പറ്റി പറഞ്ഞതിന് ശേഷം സ്വാമി പറയുകയാണ്, 26ാമത്തെ പദ്യത്തിൽ പറയുകയാണ്, മെയ്യം കൊണ്ട് പുരാരത്തം തരും വിധി വഴി നിന്നിടവും ഒയ്യും കർമ്മികൾക്ക് അനുഗുണമാം ഉറുതൊഴിൽ ചെയ്തിടവും ചെയ്യും ചെയ്കയും മുടിന്തവനന് എന്റെ ഉരചിപ്പുവത് എപ്പടിയോ നെയ്യും തുൻപമകറ്റിയ ഗുരുവേ നലമാം അരുൾവീരേ. മെയ്യം കൊണ്ട് പുരാരത്തം തരും വിധി വഴി നിന്നിടവും ഒയ്യും കർമ്മികൾക്ക് അനുഗുണമാം ഉറുതൊഴിൽ ചെയ്തിടവും ചെയ്യും ചെയ്കയും മുടിന്തവൻ എന്റെ ഉരചിപ്പുവത് എപ്പടിയോ നെയ്യും തുன்பമകറ്റിയ ഗുരുവേ നലമാം അരുൾവീരേ. മെയ്യും കൊണ്ട്, ശരീരവും ധരിച്ചുകൊണ്ട്, അതാണ് മെയ്യും കൊണ്ടെന്ന് പറഞ്ഞാൽ ശരീരവും ധരിച്ചുകൊണ്ട്, പ്രാരബ്ധം തരും, പ്രാരബ്ധത്താൽ ഉണ്ടായ വിധി വഴി നിയതിയുടെ നിശ്ചയം പോലെ നിന്നിടവും നിൽക്കുകയും ഒയ്യും കർമ്മികൾക്ക് ജീവിക്കണം എന്ന് കർമ്മകാണ്ഡികൾക്ക് അനുകൂലമായി ഉറുതൊഴിൽ വന്നു ചേരുന്ന കർമ്മോപാസനകളെ ചെയ്തിടവും ചെയ്യുകയും മുടിന്തവൻ എന്ത്. ഇങ്ങനെ ചെയ്തിരിക്കുന്ന ആള് ജ്ഞാനി കൃതകൃത്യനാണെന്നത് ഒരു ചെപ്പുവതെപ്പടിയോ എങ്ങനെയാണ് എന്നറിയുന്നില്ല. നെയ്യും തുൻപമകറ്റും, ബഹുകാലമായി ഉണ്ടാകുന്ന അതിന് കാരണമായി ഉണ്ടാകുന്നതിന് കാരണമായിരുന്ന ദുഃഖങ്ങളെ അകറ്റി ഒഴിവാക്കിയ അല്ലയോ ഗുരുവേ നലമാം അരുൾവീർ, ഈ സംശയത്തിന് നന്നായി ഉത്തരം അരുൾ ചെയ്യണമേ. ജ്ഞാനത്താൽ അജ്ഞാന നിവൃത്തി ചെയ്തു ദുഃഖം ഒഴിപ്പിച്ചതിനാൽ നെയ്യും തുൻപമകറ്റിയ ഗുരുവേ എന്ന് പറഞ്ഞിരിക്കുന്നു. ജ്ഞാനത്തിനാൽ അജ്ഞാന നിവൃത്തി ചെയ്ത് ദുഃഖം ഒഴിപ്പിച്ചതിനാൽ ഗുരുവിനെയാണ് നെയ്യും തുൻപമകറ്റിയ ഗുരുവേ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് സ്വാമി എഴുതി. ഇത് മനസ്സിലായല്ലോ. അതായത് ശരീരം ധരിച്ചുകൊണ്ട്, നമ്മളെല്ലാം ശരീരവും ധരിച്ചുകൊണ്ടിങ്ങനെ, അതാണ് പ്രാരബ്ധം. ഈ പ്രാരബ്ധത്താൽ ഉണ്ടായ നീതിയുടെ നിശ്ചയം പോലെ നിൽക്കുകയും ഇതിന് കാരണം ഇതിൽ നിന്ന് ഉല്ലംഘിച്ചു പോകത്തക്ക സാമർഥ്യം ആർക്കുമില്ല.
അതുപോലെ വിധി തലവിധി അപ്പ എന്നൊക്കെ പറയുന്നത് ചില തമിഴന്മാരൊക്കെ പറയുന്നത് വിധി. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടവും അതുപോലെ ഉയും കർമ്മികൾക്ക് ജീവിക്കണമെന്നുള്ള കർമ്മകാണ്ഡികൾക്ക് അനുകൂലമായി ഉറുതൊഴിൽ വന്നുചേരുന്ന കർമ്മോപാസനകളെ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് പറയാണ് ഈ ചെയ്യുകയും മുടിന്തവൻ എല്ലാം ചെയ്ത് തീർന്നു എന്ന് പറയുന്നത് എങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സ്വാമി എന്നാണ്. കാരണം ജ്ഞാനിയും അജ്ഞാനിയായിട്ടുള്ള വ്യത്യാസം എന്താണ്? ജ്ഞാനികള് തന്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞു, താൻ ആരാണെന്ന് അറിഞ്ഞു. അജ്ഞാനികൾ അത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അജ്ഞാനികൾ എന്തിനാണ് ചെയ്യണം? അങ്ങനെ അറിയാതിരുന്നു കൊണ്ട് ഞാൻ ഈ ദേഹമാണെന്ന് അതിൽ അഭിമാനിച്ചുകൊണ്ട് ഈ രാഗദ്വേഷ മതമത്സരങ്ങളെ ഉണ്ടാക്കി അവര് കാലക്ഷേപം ചെയ്ത് കഴിയുകയാണ്. അതാണ് നടക്കുന്നത്. പക്ഷേ നോക്കൂ, ജ്ഞാനി ഇതുപോലത്തെ തന്നെ അല്ലേ എന്നുള്ള ഒരു സംശയമാണ് ഇതിൽ. കാരണം അവരും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങളെ കൊണ്ടുവന്നിട അങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്നുള്ള രൂപത്തിൽ കുറച്ച് പൈസയൊക്കെ അവർ ശേഖരിക്കുന്നുണ്ട്. അപ്പൊ അവര് വിധേയമാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ അവരും ചെയ്യുകയല്ലേ, അവരും ജയിക്കുകയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. അതിന് ഒരു സംശയമാണ് ജയി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയണോ, പല കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന സംസാര ദുഃഖത്തെ നീക്കി ജ്ഞാനവാനാക്കി എന്റെ ദുഃഖത്തെ അകറ്റി അല്ലയോ ഗുരുനാഥ, എനിക്ക് അതിനെപ്പറ്റി കൂടെ ഒന്ന് പറഞ്ഞു തരണം. എന്താണ് ഇവരിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. എല്ലാവരും ജ്ഞാനിയാണല്ലോ. ജനിച്ചു പോയി കഴിഞ്ഞാൽ ആ ശരീരത്തെ പേറുകയാണ്. ശരീരം പേറുകയാണ് ചെയ്യുന്നത്. ശരീരമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല, അത് പേറുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഒരു സംശയത്തെ സ്വാമി ശിഷ്യൻ ചോദിച്ചതിന് സ്വാമി മറുപടി പറയാണ് 27ാമത്തെ പദ്ധതി. ആടവർ ചെയ് തൊഴിൽ മൂവകൈ ആകും അവിത്തെ വജത്തുറുനാൾ ഏടനെ മമதை അകந்தை ഉളോർക്കെ ഇകപര വിവകാരം വീടണുകുവാമെനും ഇച്ഛയുള്ളോർക്കെ വിத்தை പഠിപ്പതെല്ലാം പാടൻ മികു തൊഴിലാൽ പലനുണ്ടോ പരിപൂരണമാനാൽ ആടവർ ചെയ് തൊഴിൽ മൂവകൈയാകും അവിத்தை വജത്തുറുനാൾ ഏടനെ മമதை അകந்தை ഉളാർക്കെ ഇകപര വിവകാരം വീടണുകുമെനും ഇച്ഛയുള്ളവർക്ക് വിത്തി പഠിപ്പതെല്ലാം പാടൻ മികു തൊഴിലാൽ പലനുണ്ടോ പരിപൂരണമാനാൾ. അതായത് അവിദ്യ വജത്തുറുനാൾ തത്വജ്ഞാനം ഉണ്ടാകുന്നതിന് മുൻപ് നടന്നു. അവിദ്യ വജത്തുറുനാളിന്റെ തത്വജ്ഞാനം ഉണ്ടാകുന്നതിന് മുൻപ്, അതായത് അവിദ്യാവശത്തിൽ അമർന്നിരുന്ന കാലത്തിൽ, എന്നുവെച്ചാൽ അജ്ഞാനിയായിട്ടിരുന്ന കാലത്തിൽ, ഞാൻ ഈ ദേഹമാണെന്നുള്ള ഈ അജ്ഞാനം ഇരുന്ന കാലത്തിൽ പറയണം. ആടവർ ചെയ് തൊഴിൽ ഇഷ്ടപ്രാപ്തിക്കോ അനിഷ്ട നിവൃത്തിക്കായിട്ട് പുരുഷന്മാർ ചെയ്യേണ്ട കൃത്യങ്ങൾ മൂവകയാകും. 3 വിധത്തിലുള്ള കൃത്യങ്ങളാണ് ഈ പുരുഷന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ഏത്? ഈ ജ്ഞാനം ഉണ്ടാവുന്നതിന് മുമ്പ്. അവിത്തെ വശത്തുറുനാൾ, അജ്ഞാനിയായിട്ടിരുന്ന സമയത്ത്. അതിൽ ഏതൊക്കെയാണ് 3 തൊഴില്? കൃഷിക്ക് വേണ്ടി പൂട്ടുക, കിളക്കുക മുതലായവ, യജ്ഞാദികൾ മുതലായവ, ശ്രവണാദി മുതലായവ എന്ന് 3 വിധമായിരിക്കുന്നു. അവയിൽ ഏടണൈ ഭോഗത്തിൽ ഇച്ഛയും മമതൈ കുടുംബത്തിൽ എന്റെതെന്നുള്ള അഭിമാനവും അകന്തൈ ദേഹത്തിൽ ആത്മത്വാദി അഭിമാനവും ഉള്ളവർക്കാണ് ഈകപര വിവകാരം. ഋഷി മുതലായ ഇഹലോക വ്യവഹാരങ്ങളും യജ്ഞാദികളായ പരലോക വ്യവഹാരങ്ങളും ചെയ്യത്തക്കതാകുന്നു. എന്നാൽ വീടണുകുവാമെനും അനേക ജന്മങ്ങളായി താൻ അനുഷ്ഠിച്ചു വന്ന നിഷ്കാമപുണ്യ പരിഭാഗവശത്താൽ ചിത്തശുദ്ധി അടഞ്ഞ് ജഗത്ത് അനിത്യമെന്നും എന്ന വിവേകം ഉദയമാകുന്നതിനാൽ മമത അഹന്തകൾ കുറഞ്ഞ് മോക്ഷമടയണമെന്ന മോക്ഷമടയണമെന്നുള്ള ഇച്ഛയുള്ളവർക്ക് വിത്തി പഠിപ്പത് എല്ലാം
ജ്ഞാനശാസ്ത്രത്തില് ശ്രവണ മനന നിധിധ്യാസനങ്ങളെല്ലാം ചെയ്യത്തക്കതാകുന്നു. പരിപൂരണമാനാൽ ദേശകാലാവസ്തു പരിച്ഛേദ ശൂന്യമായ ബ്രഹ്മം തന്നെ താനായാൽ പാടൽ ശ്രവണ മനനാദികളായ മോക്ഷ കൃത്യങ്ങളാലും മികും തൊഴിലാൽ കൃഷി മുതലായ ഇഹലോക കൃത്യങ്ങളാലും യജ്ഞാദികളായ പരലോക കൃത്യങ്ങളാലും ഫലനുണ്ടോ? അവർക്ക് അടയത്തക്ക എന്തെങ്കിലും ഫലമുണ്ടോ? ഇല്ല. ഇതിൽ സ്വാമി എഴുതിയിരിക്കണം, ഏതൊരു ലാഭത്തിനു മേലായ ലാഭം വേറെ ഒന്നുമില്ലയോ അത് ബ്രഹ്മമെന്ന് ആത്മബോധത്തിൽ പൂജ്യപാദ ശങ്കരാചാര്യരും അരുളി ചെയ്തിരിക്കുന്നതിനാലും തന്റെ അനുഭവത്തിലാലും ബ്രഹ്മലാഭത്തിനു മേലായി ജ്ഞാനികൾക്ക് അടയത്തക്കതായ ലാഭം വേറെ ഒന്നുമില്ലെന്ന് എന്നതിന് ഫലനുണ്ടോ പരിപൂരണമാനാലെന്നും പറഞ്ഞിരിക്കുന്നു. കുടുംബബുദ്ധിയും ഭോഗാഗ്രഹവും ഇല്ലാത്തതിനാൽ ഉഴവാദികളും കൃഷി മുതലായവ ചെയ്യുന്നതിനുള്ള ആഗ്രഹങ്ങളും സാധാരണ ജീവന്മാർക്ക് വിഷയമായ യജ്ഞാദികളും തനിക്ക് വിഷയമാകാത്തതിനാൽ ആയ ജ്ഞാനാദികളും ബ്രഹ്മജ്ഞാനിയാൽ അടയപ്പെട്ടിരിക്കുന്നതിനാൽ ശ്രവണാദികളും ജ്ഞാനികൾക്ക് ചെയ്യേണ്ടതായിട്ടില്ല. അതാണ് കൃതകൃത്യത്വം എന്നറിയുക. ഇതിനെയാണ് കൃതകൃത്യത്വം എന്നറിയുക. ഒരു സ്ഥലമാണ്, ഇതിനൊരു പ്ലേസ്. നമ്മുടെ ഉള്ളിൽ നോക്കിയ ബുദ്ധി കൊണ്ട് വിചാരം ചെയ്തു വരുമ്പോൾ ഇത് കാണാം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ശുദ്ധശൂന്യം, കേവലം താൻ മാത്രമായിട്ടുള്ള ഇതിന് സമാധി അനുഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് ഈ ഗുരുക്കന്മാര്. സമാധി അനുഭവത്തിൽ ഞാൻ താൻ മാത്രം, ഇതെല്ലാം ഉണ്ട്, പക്ഷെ താനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും തന്നെ അത് ഒന്നും ബാധിക്കുന്നില്ല. താൻ ഇതിൽ നിന്ന് കേവലം വ്യതിരിക്തമായിട്ട് നിൽക്കുന്നു. ശാസ്ത്രം അങ്ങനെയാണ് പറഞ്ഞു തന്നത്. ഇതെല്ലാം താനുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നതിനാണ് ബന്ധം. ഈ ബന്ധം എങ്ങനെ ഉണ്ടായി? വിചാരത്താലാണ് ഉണ്ടായത്. ആ വിചാരത്തെ മാറ്റാൻ ആ വിവേകത്തെ ഗുരുക്കന്മാർ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് അതിനെ നോക്കിക്കാണാനുള്ള സാമർഥ്യം, അതിനാണ് പുണ്യം എന്ന് പറയുന്നത്. ആ പുണ്യം ഉള്ളവർക്ക് ഇത് സംഗതി ഇതാണെന്ന് അവർക്ക് നിശ്ചയമുണ്ടാവും, ധാരണയുണ്ടാവും. അതോടുകൂടി തന്നെ അവരുടെ എല്ലാത്തിൽ നിന്നും അവർ എൻ്റർലി ഡിഫറൻ്റ് ആയിട്ട് മാറും. എന്ന് വിചാരിച്ച് അവർ ഈ പറഞ്ഞ കണക്ക് ഒന്നുമില്ല, ഉറങ്ങില്ല എന്നൊന്നും അർത്ഥമില്ല. ഇതെല്ലാം അവർ ചെയ്യും. പക്ഷെ ഇതൊന്നും തന്നെ അവരെ ഒരു കാരണവശാലും അവരുടെ ആത്മാനുഭവത്തെ ബാധിക്കുന്നില്ല. താൻ ബ്രഹ്മമാണെന്നുള്ളത് മറക്കാതെ എന്നാണ് പറയുന്നത്. ഇതിൽ ഒരു ചുതി വരാതെ ഇങ്ങനെ നിന്ന് കർമ്മം ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ അതിന് ഒരു ഗുഡ് എക്സാമ്പിൾസാണ്. കാരണം അവരൊക്കെ കർമ്മം ചെയ്യാതിരിക്കാനല്ല അർജുനൻ ഉപദേശിച്ചത്, അല്ലേ? ഇതിൻ്റെ കർമ്മങ്ങൾ ചെയ്യുക, ചെയ്തുകൊണ്ട് തന്നെ നിന്നെ ഉണരുക. നീ ആരാണ് യഥാർത്ഥത്തിൽ? ഈ ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ അല്ല. ഇതിന് വ്യതിരിക്തമായിരിക്കുന്ന അറിവേ സ്വരൂപമാണ്. അനന്ത അറിവ്, സാന്ദ്രാനന്ദാവബോധാത്മകം. അത് ഉണരണോ? അത് ഉണരാനായിട്ട് നമുക്ക് വേണ്ട എന്താണ്? ഈ ലോകവസ്തുക്കളിന്മേലിരിക്കുന്ന സത്യബുദ്ധി നിരാകരിക്കപ്പെട്ടാൽ മാത്രമേ. ഇത് നമ്മളെ പ്രലോഭിപ്പിക്കുന്നു. കാരണം ഇത് സത്യമെന്ന് നമ്മളെ എന്തിനോ ഒരു അടിത്തറയില്ലാതെ തന്നെ നമ്മൾ സങ്കല്പിച്ചു വെച്ചിരിക്കുക. ഇവരാ അടിത്തറ ഇടിച്ചു കളയും. ഈ ശാസ്ത്രം ചെയ്യുന്നതാണ്, തകർത്ത് കളയും. ബേസ്മെന്റേ ഇല്ലാതെ പോവാതിന്റെ. ഇത് കെട്ടിപ്പടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം ഇടിഞ്ഞ് നാമവിശേഷമായിരിക്കും. പിന്നെ ഉള്ളത് ഏതാണ്? താൻ മാത്രം. അത് വന്നിട്ട് ഈ പറയുന്ന രൂപത്തിൽ കെട്ടിപ്പടുത്തതൊന്നുമല്ല, അത് തന്നെ നിജസ്വരൂപം. അതാണ് നിജമായ അതുണ്ടായതല്ല. അതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാനും സാധ്യമല്ല. എങ്ങനെയാണ് ഈ മായാകാരികൾക്കും പിന്നെ ആത്മവസ്തു തമ്മിലുള്ള ഡിഫറൻസ് വേദം പറഞ്ഞിരിക്കുന്നത്? ഇത് ഉണ്ടായതാണ്, അതുകൊണ്ട് തന്നെ ഉണ്ടാവല്, പരിണമിക്കല്, ക്ഷയിക്കല്, നശിക്കല്, ഇങ്ങനെയാണ് 6 അടയാളങ്ങളോട് കൂടിയാണ് ഈ മായാകാരികളെല്ലാം ഇരിക്കുന്നത്. എന്നാൽ ബ്രഹ്മത്തെ പറ്റി പറയുമ്പോൾ അത് ഉണ്ടായതല്ല, അതുകൊണ്ട് തന്നെ അതിന് നാശമില്ല. ഉണ്ടായതല്ലാത്തത് കൊണ്ട് അതിന് ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഇതിൽ ചേരുകയില്ല. അനാദിയാണ്. അത് ആദിമധ്യാന്തരഹിതമാണ്. ആദിയില്ല, മധ്യമില്ല, അന്തവുമില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒന്നിനെയാണ് ആത്മാവെന്നും ബ്രഹ്മമെന്നും ഒക്കെ
പറഞ്ഞ് അത് നീയാണെന്ന് ഉപദേശിക്കുന്നു. അത് നീയാണ്, സർവത്ര പരിപൂർണമായിരിക്കുന്ന ആ ബ്രഹ്മം നീയാണ് കുഞ്ഞെ. ശുഗമഹർഷിക്ക് നമ്മുടെ ജനമഹാരാജ് ഉപദേശിച്ചു, നീയാണത്. അത് പറഞ്ഞ് കേട്ട മാത്രത്തിൽ തന്നെ അനുഭവം ഉണ്ടാവുന്നവർ, അതാണ് ഉത്തമോത്തമ അധികാരികൾ എന്ന് പറഞ്ഞത്. ഉത്തമ മധ്യമ അധമ അധികാരികൾ ഇതിലുണ്ട്. ഇതില് അവരൊക്കെ ഉത്തമോത്തമന്മാരാണ്, അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് ആ ഒരു ചൊല്ല് മതി, ഒരു ചെറിയൊരു വാക്ക് കിട്ടിയാണെങ്കിൽ തന്നെ അത് കിട്ടി, സ്റ്റാക്കായി. ഓ ഇതാണല്ലേ. അവർക്ക് പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാനൊന്നും ആർക്കും പറ്റില്ല, തിരിച്ച് പഴയ വീട്ടിൽ കൊണ്ടുവരാറില്ല. പിന്നെ നമുക്ക് ആ പുണ്യം അതിൽ പൂർണ്ണമായി വരുമ്പോൾ ഒരു ജന്മം പറയണെന്ന്, ഇതുപോലെ മുടിവാന ജന്മത്തിൽ ബ്രഹ്മം എളുതായി തോന്നും. എങ്ങനെയാണ് ഈ ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് എളുതാവുന്നത്, സിമ്പിളായിട്ട് വരുന്നത് എപ്പോഴാണ്? മുടിവാന ജന്മം. ആ രൂപത്തിൽ തന്റെ ആ മുക്തി അടയാനായിട്ട് വരുന്ന ആ ജന്മം ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും. അതുകൊണ്ടാണ് രമണ ഭഗവാനൊക്കെ പാടിയത്, അയ്യേ അതിസുലഭം ആത്മവിദ്യ അയ്യേ അതിസുലഭം എന്നൊക്കെ പാടി. എന്ന് വെച്ചാൽ അത്ര സിമ്പിളാണ്, നിസ്സാര കാര്യമാണ്. ആർക്ക് അജയ? ഉത്തമോത്തമ അധികാരികൾ. ആ ഒരു വാക്കുകൊണ്ട് ഉപയോഗിച്ചത് എല്ലാം തെറ്റി, സിമ്പിളാണെന്ന് വിചാരിച്ച് നമ്മളും ഇരിക്കും, കൂടുകയും ചെയ്യും. അപ്പൊ ഈ രൂപത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളത് മോശക്കാരല്ല കേട്ടോ. കാരണം എന്തൊക്കെയായാലും ജ്ഞാനശാസ്ത്രങ്ങൾ കേൾക്കാൻ നമുക്ക് സാധിച്ചില്ല, ഭാഗ്യമുണ്ടായില്ല. അത് തന്നെ സൂചിപ്പിക്കുന്നത് ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഈ വഴിയിൽ വന്നുകൊണ്ടിരിക്കുന്നവരാണെന്ന് കരുതിക്കൊള്ളും. ഈ പറഞ്ഞ പദ്യത്തിന്റെ അർത്ഥം ഒരുവിധം മനസ്സിലായി കാണും. അതായത് ജന്മാന്തരങ്ങളിൽ അനുഷ്ഠിച്ചു വന്ന നിഷ്കാമ പുണ്യ പരിവാഹവശത്താൽ എന്നൊരു വാക്ക് പറഞ്ഞാണ് ഇവർ തുടങ്ങുന്നത്. ജന്മാന്തരങ്ങളിൽ അനുഷ്ഠിച്ചു വന്ന നിഷ്കാമ കർമ്മം. ഇവിടെ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കാമ്യ കർമ്മങ്ങളെ ഇവിടെ നമ്മൾ വിലക്ക് എടുക്കുന്നേയില്ല. ഒന്ന് ചെയ്തു, ഒരു വർക്ക് ചെയ്തു, അതിന് പ്രതിഫലം അപ്പോഴും തന്നെ വാങ്ങി, അങ്ങനെയുള്ളതല്ല. ഇത് ഗുരുവിൽ അർപ്പിച്ച് അല്ലെങ്കിൽ ഈശ്വരനിൽ അർപ്പിച്ച് കർമ്മം ചെയ്തു വരുന്ന രൂപത്തിലുള്ളവരാണ്. എടുത്തു പറയുന്നതിൽ ഇതായിട്ട് തോന്നുന്നത് മുരളിക്കൊക്കെ ആ ഒരു ക്യാരക്ടറുണ്ട്, ഭയങ്കരമായിട്ട് അത് ശക്തിയായിട്ടുള്ള ക്യാരക്ടേഴ്സ്. നല്ലതാണത്. കാരണം അതൊക്കെ അറിയാതെയോ ഇവരതിൽ പെട്ടു നിൽക്കുകയാണ്. ഇവരറിയുന്നില്ല, ഇവർക്ക് അത് അറിഞ്ഞൂടാ, അറിയണമെന്നുമില്ല. അതൊക്കെ ഫൈനലിൽ തീരുമാനിക്കപ്പെടും. മനസ്സിലായില്ലേ? ആ മരണസമയമായിട്ട് ശരീരം പോകുന്ന സമയമായിട്ടൊക്കെ അടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ എല്ലാം പ്രയോജനം അവിടെ അനുഭവിക്കാൻ സാധിക്കും. അവിടെ വെച്ച് ഇത് ഉണരും. അതുവരെയും ചെറിയ ചില പ്രാരംഭവശമായിട്ടുള്ള ചില ഇതൊക്കെ കിടക്കും. അത് ആർക്കും ഇത് പോവില്ല, എളുപ്പമല്ല. ഇത് ഇത്രയും ടഫായിട്ടൊരു സംഭവം ഇല്ലെന്നാണ് പറയുന്നത്. ആർക്ക് ഈ വിവേകത്തോടു കൂടി ചിന്തിച്ച് ഉണരുന്നവർക്ക് എളുപ്പമാണ്. പക്ഷെ അങ്ങനെ വിവേകിച്ച് ഉണരണമെങ്കിലും അതിന് തക്ക ഒരു ബുദ്ധി വൈഭവം വേണം. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അല്പസ്വല്പം കിടന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറയും. എല്ലാം നമ്മുടെ ആ ഗുരു അല്ലേ പറഞ്ഞില്ലേ, ഇപ്പൊ ജയവും തോൽവിയായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നതെങ്കിൽ ഇങ്ങനെ പോകുന്നതായിട്ടുള്ള ഗുണം എന്താ പറയാ, ഭഗവാന്റെ ഒരു മോഡറേഷൻ മാർക്കാണ് വീട്. ഫാസ്റ്റ് മോഡറേഷൻ അറിയില്ല, ഒരു 20 വാക്കുകൂടെ എക്സ്ട്രാ കൊടുത്താൽ ജയിക്കും, അത് കൊടുക്കും. അതാണ് രാജ്യം ഇങ്ങനെ പോണവരും മറ്റൊരുമായിട്ടുള്ള ഡിഫറൻസ്. ഇവർക്ക് അല്പം കുറഞ്ഞാൽ പോലും ഇവരെ മാറ്റിക്കളയും, തട്ടിയപ്പെടുത്തുന്നത്. അതാണ് ഗുരുക്കന്മാർ ഇതിൽ അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. ചിദാനന്ദസ്വാമിയുടെ പ്രകാശാനന്ദ ഗുരുദേവൻ മഠാധിപതി ആയിരുന്ന കാലത്ത് പറഞ്ഞു, മോനെ നമുക്ക് രണ്ടുപേർക്കും കൂടെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഈശ്വര സന്നിധിയിലേക്ക് കയറി ചെല്ലാൻ മോനെ എന്ന് പറഞ്ഞു. പറയുന്നതിന്റെ ഊറ്റമൊക്കെ ഒന്ന് കാണും. ഇത് അതുപോലെ ചിദാനന്ദസ്വാമിയോട് അവതരിപ്പിക്കുക. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് രണ്ടുപേർക്കും കൂടെ കൈകോർത്ത് പിടിച്ച് ഈശ്വര സന്നിധിയിലേക്ക് കയറി ചെല്ലാൻ പോലെ അത്ര ധൈര്യം ഇവരുണ്ടായി. ഇവർ കറക്റ്റായിട്ട് ഈ റൂട്ടിൽ വരെയാണ്. ഇവർക്കറിയാം ഇവരെ ഫെയിൽ തോൽപ്പിക്കാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളും ഒരു ആശ്രമത്തിൽ ഗുരുവിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു പരമ്പരയെ ആശ്രയിച്ച് ഇങ്ങനെ പോകുന്നില്ല.
ഏറ്റവും മഹത്തായ കാര്യമാണ്. ഈ സിംഗിളായിട്ടൊക്കെ പോകണില്ല, അത് വലിയ പാടാണ്. അവർക്കൊക്കെ വലിയ പ്രയാസമാണ് ഇതിലേക്ക് ഇത് തരണം ചെയ്യാൻ. പറയണ്, കുടുംബ ബുദ്ധിയും ഭോഗാഗ്രഹവും ഇല്ലാത്തതിനാൽ ഉഴവാദികളും കൃഷി മുതലായവയിലുള്ള ആഗ്രഹങ്ങളും സാധാരണ ജീവന്മാർക്ക് വിഷയമായ യജ്ഞാദികളും തനിക്ക് വിഷയമാകാത്തതിനാൽ ആയ യജ്ഞാദികളും ബ്രഹ്മജ്ഞാനിയാൽ അടയപ്പെട്ടിരിക്കുന്നതിനാൽ ശ്രവണാദികളും ജ്ഞാനികൾക്ക് ചെയ്യേണ്ടതായില്ല. വാസ്തവം പറഞ്ഞാൽ ജ്ഞാനികളെ സംബന്ധിച്ച് പിന്നെ അവർക്ക് ഈ ശ്രവണമെന്ന നിര്യാസനം ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇതിനെ അറിഞ്ഞു കഴിയുന്നത് വരെ ഉള്ള കാര്യം ഇതെല്ലാം ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. അവരങ്ങനെ നിൽക്കും. അവർക്ക് നിൽക്കാൻ അറിയാം. എങ്ങനെയാണ് അവർക്ക് ഈ പറഞ്ഞ ഈ പ്രാരബ്ധം ഇരിക്കല്ലേ സുരേഷേ? അതുകൊണ്ട് മനസ്സിതിലുണ്ട്. മനസ്സുണ്ടെങ്കിൽ ഈ ലോകവും ഉണ്ട്. ലോകമുണ്ടെങ്കിൽ ആ പറഞ്ഞില്ലേ, പ്രാരബ്ധ വശം തന്നെ പരീക്ഷ പ്രാരബ്ധമുണ്ട്. ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ എന്റെ കൂടെ നിൽക്കുന്നവർ നമ്മളെ പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കും. ഇതിന് പരീക്ഷ പ്രാരബ്ധം എന്നാണ് പറയുന്നത്. ചിന്താശം പറഞ്ഞു പരീക്ഷ പ്രാരബ്ധമാണല്ലോ ഏറ്റവും നമുക്കില്ലത്. അവർക്കില്ലാത്തവർക്ക് മറ്റേ ആൾ മനസ്സായിട്ട് നിന്ന് വർക്ക് ചെയ്യും. ഇങ്ങോട്ട് പോകണ്ടേ? ഒരു 100 പ്രാവശ്യം പറഞ്ഞാൽ എന്തായിരിക്കും ആചാരസ്ഥിതി? ഡിസ്റ്റർബൻസ്. നമുക്ക് വ്യവഹാരം കുറയ്ക്കാനുള്ളതാണല്ലോ നമ്മളുടെ ഈ വിവേകം. അപ്പൊ നമ്മളത് ചെയ്യും. ഇങ്ങനെയാണ് പോകണം. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം വിട്ടുപേക്ഷിച്ച് നിൽക്കുന്നവർക്ക് ഭഗവാന്മാരും പറയുന്ന കാരണമല്ല. അവർക്ക് വേറെ ഒന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇത് ചെയ്യാനുള്ളത് എന്താണ്? ആ ഒരു ഇരുത്ത അതിൽ ഉറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയാണോ തനിക്ക് പ്രതിബന്ധമായുള്ളതിൽ നിന്ന് വിവേകിച്ചറിഞ്ഞ് അതിനുപേക്ഷിക്കുക. വേണ്ട, അതിന് ത്യാഗം. അവിടെ ഒരു ത്യാഗം ഒരു നല്ല ത്യാഗിയായിക്കോളും. ഇങ്ങനെയൊക്കെയാണ് അത് കരകയറാൻ സാധിക്കുന്നതെന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ പദ്യത്തിന്റെ അർത്ഥം ഇത്ര. ഇവർക്ക് ജ്ഞാനികൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിത് വേണ്ടെന്ന് വിചാരിക്കട്ടെ. നമുക്ക് ആ ജ്ഞാനം ഇതിൽ വന്ന് നമുക്ക് അപ്പോഴും മനസ്സറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു ഇത് അതിലുണ്ടാവില്ല. പരിസ്ഥിതി മാറിപ്പോകും. അവരാരും പോയി വിളിച്ചോണ്ട് വന്ന് ഇരുത്തി ഒന്നും പറയാനും പോകില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു നിലയിലേക്ക് ഈശ്വരൻ തന്നെ ഇവരെ മാറ്റിക്കളയും. എല്ലാവരും അതിനെ ബഹുമാനിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ കൊണ്ടുവന്ന് തരും. ഭഗവാന്റെ പണി എന്തിനാണ്? ഇതിനൊക്കെയുള്ള ആളുകൾക്ക് വന്നു കഴിയുമ്പോഴും അവർ വേണ്ട രീതിയിൽ അത് കാണിക്കും. ഭഗവാൻ പ്രൊജക്റ്റ് ചെയ്യും അവരെ. അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ മഹത്തുക്കൾ നമ്മൾ അറിയാൻ തന്നെ സാധിച്ചത്. ഓരോ മഹത്തുക്കളും അവർക്ക് എന്ത് വ്യത്യാസമായിരിക്കും. അവർ ഒരുപാട് പണമുള്ളവരാണ്, എന്തെങ്കിലും ആരോഗ്യമുള്ളവരാണ്, എന്തെങ്കിലും ഉള്ളവരാണ്. ജ്ഞാനം വലിച്ചതോടുകൂടി എന്താണോ നേടേണ്ടത്, ഒരു ജന്മം കൊണ്ട് എന്താണോ സമ്പാദിക്കേണ്ടത് അതിനെ സമ്പാദിച്ചു കഴിഞ്ഞു. ഇനി അവരെ സംബന്ധിച്ച് കൃതകൃത്യന്മാരായി മാറിപ്പോയി. അതോടുകൂടി ആ ഒരു ഇതിനെ ഈശ്വരൻ അത് പ്രൊജക്റ്റ് ചെയ്യും. കാരണം ഒരു 10 പേർ കൂടെ ഉപയോഗം അല്ലെങ്കിൽ വരട്ടെ. ഇതിനൊക്കെയാണ് ജീവൻ മുക്ത പുരുഷന്മാർ ഇതിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ജീവൻ മുക്ത പുരുഷന് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ തോന്നുന്നു. ഇത് പറയുന്ന ഒരു ഈ അറിവില്ലാത്തത് കൊണ്ട് ഇവര് ദുഃഖിക്കുന്നു. ഈ ദുഃഖത്തിനെ ഒന്ന് മാറ്റാനായിട്ട് ആ ജ്ഞാനമാണ് വേണ്ടത്. ജ്ഞാനോപദേശം തന്നെയാണ് വേണ്ടത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. ഇതാ 28ാമത്തെ പദ്യം. കുരവർ ശിഖാമണിയെ കേളിൽ നീർ കൂറിന വഴി ഒക്കും പരമുടൻ ഇകവും മിഴന്തവരല്ലോ പഴകുവർ മെയ്ஞானம். പരമുടൻ ഇകവും മിഴന്തവരല്ലോ പഴകുവർ മെയ്ஞானம். വിരവു മുയർച്ചയിൽ വീണ്ടവരതൈ ഇനി വേണ്ടുവരോ വേണ്ടാൾ ചിരവണ മനനാദികൾ വേണ്ടാവോ ചിത്തമുറയ്ത്തിടവേ. കുരവർ ശിഖാമണിയെ കേള്. ആചാര്യ ശിരോരത്നമേ, ആചാര്യ ശിരോരത്നമേ, എന്റെ സംശയത്തെ കേൾക്കണമേ. നീർ കൂറിന വഴിയൊക്കും പാടൻ മികു തൊഴിലാർ പലനുണ്ടോ പരിപൂരണമാനാൽ എന്ന് അവിടുന്ന് അരുളി ചെയ്ത വഴി ശരി തന്നെ. പരമുടൻ ഇകവും ഇഴന്തവരൽ അൻഡോ, പരലോകത്തോടുള്ള ഇച്ഛയും ഇഹലോകത്തോടുള്ള ഇച്ഛയും വിട്ടവരല്ലയോ മെയ്ஞாനം പഴകുവർ, തത്വജ്ഞാനം പഴകുന്നവർ.
വിരവും ഉയർച്ചയിൽ വീണ്ടവർ ഭോഗേച്ഛയുള്ളവരാൽ ചെയ്യപ്പെടുന്ന ഇഹലോക പരലോക പ്രവൃത്തിയിൽ നിന്നും ജ്ഞാനനെറിയിൽ മുക്തരായവർ അത് ഇനി വേണ്ടുവരോ വേണ്ട ആ ഇഹലോക പരലോക കൃത്യങ്ങളായ കൃഷി യജ്ഞാദികളെ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കുകയില്ല. ചിത്തം നിശ്ചലമായി ഉറയ്ക്കുന്നതിന് ശ്രവണ മനന നിധിധ്യാദികൾ വേണ്ടാവോ? ശ്രവണ മനന നിധിധ്യാസനങ്ങൾ അവർക്ക് വേണ്ടയോ എന്ന് ചോദിക്കാം. കാരണം വെച്ചാൽ ഈ പറഞ്ഞല്ലോ, ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു സ്വാമി. കാരണം ആ കൃതകൃത്യരായവർക്ക് ഈ പറയുന്ന രീതിയിൽ ഒന്നും തന്നെ വേണ്ട, ശ്രവണ മനനാദികളും വേണ്ട. എന്താ നമ്മൾ നേരത്തെ പദ്യത്തിൽ പറഞ്ഞതിന് ഒന്നുകൂടെ ഒരു സംശയ രൂപത്തിൽ ചോദിക്കണം, അതെങ്ങനെ ശരിയാകും സ്വാമി എന്നുള്ളതാണ്. അപ്പം ശ്രവണ മനന വിദ്യാർത്ഥികൾ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോഴാണ് സ്വാമി അതിന് മറുപടിയായിട്ട് പറയും. ഇതിന്റെ ആശയം മനസ്സിലായല്ലോ. അതായത്, ആചാര്യ ശിരോരത്നമേ, എന്റെ സംശയത്തെ കേൾക്കണമേ. പാടൻ മികു തൊഴിലാൽ പലനുണ്ടോ പലും. അതായത് അവിടുന്ന് അരുളി ചെയ്ത വഴി ശരി തന്നെ. കാരണം അത് ശാസ്ത്രമല്ലേ, ശ്രുതി പറയുന്നതല്ലേ, അത് ശരി തന്നെയാണ്. പക്ഷെ എങ്കിലും എനിക്കൊരു സംശയം അതിൽ തോന്നുന്നതിന് ഒരു മറുപടി തരണമെന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. കാരണം മഹത്തുക്കള് പറയുന്നത് അതിനെ ഖണ്ഡിക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത്ര പറയാൻ പറ്റും. അത് പറയണം. അതായത് പരമുടെ നിഗവും ഇഴന്തവരല്ലോ, പരലോകത്തോടുള്ള ഇച്ഛയും ഇഹലോകത്തോടുള്ള ഇച്ഛയും വിട്ടവരെ അല്ലയോ മെയ്ஞாനം പഴകുവർ, തത്വജ്ഞാനം പഴകുന്നവർ എന്ന് പറയുന്നത്. കാരണം അതിന് രണ്ട് അർത്ഥമുണ്ട്. അതായത് ഈ പരലോകത്തിലും ഇഹലോകത്തിലുമുള്ള ആശയില്ലാത്തവരെയാണ് ഈ മെയ്ஞാനം പഴകുന്നവരെന്ന് ഗണിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈ ബ്രഹ്മജ്ഞാനം പഴകേണ്ട അധികാരിയല്ല, അധികാരികൾക്ക് ഇത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ വിട്ടവരെയല്ലയോ ഈ പറയുന്ന ഈ ജ്ഞാനം പഴകാനായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിക്കുക. ഭോഗേച്ഛയുള്ളവരാൽ ചെയ്യപ്പെടുന്ന ഇഹലോക പരലോക പ്രവൃത്തിയിൽ നിന്നും ജ്ഞാനനെറിയിൽ മുക്തന്മാരായവർ അത് ഇനി വേണ്ടുവോ വേണ്ടാവ ആ ഇഹലോക പരലോക കൃത്യങ്ങളായ കൃഷി യജ്ഞാദികളായ ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കില്ല. കാരണം എന്താണ്? ചിത്തം നിശ്ചലമായി ഉറയ്ക്കുന്നതിന് ആഗ്രഹിക്കില്ല. ചിത്തം നിശ്ചലമായി ഉറയ്ക്കുന്നതിന് ശ്രവണ മനന നിധിധ്യാസനങ്ങൾ വേണ്ടാവോ? ശ്രവണ മനന നിധിധ്യാസനങ്ങൾ അവർക്ക് വേണ്ടയോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇതെല്ലാം വിടാം സ്വാമി, പക്ഷേ ഈ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ വിടുന്നത് നല്ലതാണോ എന്നുള്ള ഒരു ചോദ്യവും ആകാം. സ്വാമി പറഞ്ഞിട്ടുണ്ട്, എത്ര വലിയ ജ്ഞാനികളായാലും നമ്മൾ ചിപ്രാശാന്ത ഗുരുദേവൻ അവർ തുടങ്ങിയവരെല്ലാം ഗുരു ഉപദേശിയായ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ മന്ത്രദീക്ഷ, അതിൽ ഈ പറഞ്ഞ ഭസ്മമായിട്ട് ആ പറഞ്ഞ വിധി പോലെ അവരാചരിച്ച് പോയിക്കൊണ്ടിരുന്നു. നമുക്കെല്ലാം അറിയാം, എല്ലാം മനസ്സിലാക്കിയ ശേഷം അതൊന്നും വിട്ടുകളയണ്ട എന്നുള്ള ഒരു രൂപത്തിലാണ് നമ്മളും കേട്ടിരിക്കുന്നത്. അത് തന്നെ ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ വിടണം, അത് ഇരിക്കട്ടെ. കാരണം എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ശ്രവണം ചെയ്യാം, അല്ലെങ്കിൽ മനനം ചെയ്യാം, അതല്ലെങ്കിൽ വിദ്യാസനം ചെയ്യാം. ഇത് മൂന്നും ഇല്ലെങ്കിൽ ഒരാൾ എങ്ങനെ ഇരിക്കും? സുരേഷ് ഉറങ്ങിക്കൊണ്ടിരിക്കാനല്ലേ പറ്റൂ. എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ ശരീരം ഇരിക്കുന്നവരെ എന്നുള്ള ചോദ്യമാണെങ്കിൽ അതിന് മറുപടി പറയണം. കിളർ മകനെ കേൾ, തത്വം അറിയാർ കേട്ടർ ചെയ്യക്കടഞ്ഞേ, തളർവർ ചിന്തിത്തലിൽ ഉയർവാർ ചിലർ സന്ദേഹങ്ങളുള്ളാർ, തെളിതലിൽ നിൽപ്പാർ വിപരീതപ്പെ തീരാവാദനയോ, വെളിയുരുവായി അറിവായി நிறைந்தவர் വേറൊന്ന് വേണ്ടുവതൊന്നുണ്ടോ, വെളിയുരുവായി അറിവായി നിറവായിനർ വേണ്ടുവതൊന്നുണ്ടോ. ഇതാണ് ഒന്നുള്ള പദ്യമായി. കിളർ മകനെ കേൾ, തത്വം അറിയാർ കേട്ടർ ചേക്കടനെ.
തളർവർ ചിന്തിത്തലിൽ മുയർവാർ ചില സന്ദേഹങ്ങൾ ഉള്ളാർ. തെളിതലിൽ നിற்பாർ വിപരീതപ്പை തീരാ വാദനയോ. വെളിയുരുവായി അറിവായി നിറവായിനർ വേണ്ടുവതുണ്ടോ. 29ാമത്തെ പദ്യം. അതിന്റെ വ്യാഖ്യാനം: ഇളമകനെ കേൾ, ജ്ഞാനമയമായി വിളങ്ങുന്ന മകനെ, നിന്റെ ചോദ്യത്തിന് ഞാൻ പറയുന്ന ഉത്തരത്തിന് നീ കേൾക്കുക. തത്വം അറിയാം. അദ്വൈതമായ ബ്രഹ്മത്തെ ആത്മാവായി അറിയാത്തവർ കേട്ടൽ ചെയ്യക്കടനെ ശ്രവണം ചെയ്യേണ്ടത് നിയമം തന്നെ, അവശ്യം വേണ്ടത്. തളർവൊരു ചിന്തിത്തലിൽ മുയർവ, സകല സംശയങ്ങളും നശിക്കുന്നതിന് കാരണമായ മനനം അവശ്യം ചെയ്യും. സന്ദേഹങ്ങളുള്ള ചിലർ, സംശയങ്ങൾ ഉള്ള ചിലർ. വിപരീതപ്പൈ തീരാവാദനയോർ, വിപരീത ഭാവന എന്ന ഒഴിയാത്ത മലിനവാസന ഉള്ളവർ തെളിത്തലിൽ നിற்பாർ, നിധിധ്യാസനത്തിൽ പ്രിയമുള്ളവരായി ഇരിക്കും. വെളിയുരുവായി, അജ്ഞാനത്തിന്റെ മറവ് ഒഴിഞ്ഞ സ്വരൂപമായി, അജ്ഞാനത്തിന്റെ മറവൊഴിഞ്ഞ സ്വരൂപമായി. അറിവായി, ദേഹേന്ദ്രിയാദികളെ കാണുന്ന അറിവായി. നിറവായിനർ, പൂരണ രൂപമായവർ വേണ്ടുവതൊണ്ടുണ്ടോ, വേണമെന്ന് അനുഷ്ഠിക്കത്തക്കതായി ഈ ശ്രവണ മനന നിധ്യാസനങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടോ? ഇല്ല. സ്വാമി എഴുതിയിരിക്കുകയാണ്: തിഥി, ആഴ്ച, നക്ഷത്ര, യോഗം, കരണം ഇവകളെ അറിയാത്തവർ പഞ്ചാംഗത്തെ നോക്കിയേ അതേപ്പറ്റി ആരോടെങ്കിലും നോക്കിയോ അല്ലെങ്കിൽ അതേപ്പറ്റി ആരോടെങ്കിലും ചോദിച്ചറിയോ അറിയും. അതുപോലെ തത്വം അറിയാത്തവർ ശ്രവണം ചെയ്യണം. പൊന്നിന്റെ മാറ്റിൽ സന്ദേഹമുള്ളവർ ചാണയിൽ ഉരച്ചു നോക്കുന്നത് പോലെ ജീവബ്രഹ്മങ്ങളുടെ അഭേദം സത്യമോ അതോ ഭേദം സത്യമോ എന്നീ വണ്ണമുള്ള സന്ദേഹമുള്ളവർ മനനം ചെയ്യണം. ദിക്ഭ്രമമുള്ളവർ അതിന് കാരണമായ സൂര്യാദികളെ നോക്കി തെളിയുന്നത് പോലെ വിപരീത ഭാവനയുള്ളവർ നിധിധ്യാസനം ചെയ്യണം. എന്നാൽ വെളിയുരുവായി എന്നതിനാൽ ശ്രവണം ചെയ്യുന്നതിന് കാരണമായ അജ്ഞാനവും, അറിവായി എന്നതിനാൽ മനനം ചെയ്യുന്നതിന് കാരണമായ സന്ദേഹവും, നിറവായി എന്നതിനാൽ നിധിധ്യാസനം ചെയ്യുന്നതിന് കാരണമായ വിപരീത ഭാവനയും ആരുടന് ഇല്ലെന്നുള്ളതിനെ കുറിച്ചതാകുന്നു. ആരുടെന്ന് വെച്ചാൽ ഒരു ജ്ഞാനിയാണ് പറഞ്ഞത്. ആരൂഢൻ, അശ്വാരൂഢൻ, ബ്രഹ്മാരൂഢൻ, ആരൂഢൻ എന്ന് പറയും. ആരൂഢൻ വെച്ചാൽ ജ്ഞാനി. അർത്ഥാരൂഢൻ എന്നൊരു പദം കൂടെ ഇവർ ഉപയോഗിക്കും. എന്നുവെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ പരോക്ഷ ജ്ഞാനിയാണ് അർത്ഥാരൂഢൻ. ആരൂഢൻ എന്ന് വെച്ചാൽ തൃക്കാലജ്ഞൻ, ജ്ഞാനി, ജ്ഞാനികളാണ്. അപ്പൊ അവർ പറഞ്ഞതെന്ന് മനസ്സിലായില്ല കാര്യങ്ങള്. ഇതൊന്നും ആരൂഢന് ആവശ്യമില്ല. ആരൂഢനെ സംബന്ധിച്ച് ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ ഒന്ന് ചെറുതായിട്ട് ഒരു റിവ്യൂ നോക്കാമെങ്കിൽ നമ്മുടെ ശ്രീ രാമാനന്ദ ഗുരുദേവൻ മഹാജ്ഞാനിയാണ്, തൃക്കാലജ്ഞനാണ്. പക്ഷെ ആവശ്യമില്ല എന്നുള്ളത് വാസ്തവം. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒടുവിൽ വരെയും അദ്ദേഹം ഈ എന്തെങ്കിലുമൊക്കെ ഭാഗവതോ രാമായണമൊക്കെ വരുന്നവരെ കൊണ്ടോ എടുത്തിട്ട് വായിപ്പിച്ചിട്ട് അങ്ങനെ രസമായിട്ട് കേട്ടോണ്ടിരുന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവർക്ക് ചില കാര്യങ്ങൾ ഇരുന്നിരുന്നു. അതാ വെറുതെ ഇരുന്നില്ല. ഇരുന്നില്ല. സ്വാമിക്ക് അവിടെ ആളുകളെ ആകർഷിച്ചത് എങ്ങനെയാണ് അത് അറിയാമോ? പിന്നെ സ്വാമി ആകർഷിച്ചത് ഭക്ഷണം. എനിക്ക് പറഞ്ഞാൽ അന്നദാന സത്രം എന്നാണ് അതിന്റെ പേര്, ആദ്യത്തെ പേര്, ആ ആശ്രമത്തിന്റെ പേര്. വരുന്നവർക്കെല്ലാം അന്ന് അറിയാമല്ലോ, ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയുള്ള കാലമാണ്. നല്ല രുചികരമായ ആഹാരം ചൂട്, അത് കഴിക്കാനാണ് എല്ലാവരും വരുന്നത്. ജ്ഞാനത്തെ ദാഹിച്ചല്ല വരണം. പക്ഷെ വരികയും പോവുകയും കഴിക്കുകയും കാണുകയൊക്കെ ചെയ്ത് അതിൽ ചിലരെ ഇതിൽ പിടിപെട്ടു. അങ്ങനെ പിടിപെട്ടവരെയാണ് നമ്മൾ മനസ്സിലായില്ലേ. സ്വാമി അറിഞ്ഞ ഒരു വലയായിരുന്നു അത്, ഈ ആഹാരത്തിന്റെ ജ്ഞാനസത്രം. അതിൽ കുടുങ്ങിയ കുറെ ആളുകൾ ഉണ്ട്. അവരാണ് ഇതിൽ ശോഭിച്ചു വന്നു പിന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന എന്തിനാണ് ശ്രീരാമാനന്ദ ഗുരുദേവൻ മഹാ ത്രികാലജ്ഞനായി
ആരൂഢ പദവിയിൽ അങ്ങനെ വിരാജിക്കുക. പക്ഷെ അദ്ദേഹത്തിന് അവിടെ വരുന്നവർക്കെല്ലാം അദ്ദേഹം ഈ ശ്രവണം കൊടുത്തിരുന്നു. അനുഷ്ഠാനം ഉപദേശിച്ചു. അദ്ദേഹം കൊടുക്കില്ല, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ കൊണ്ട് കൊടുപ്പിക്കും. എല്ലാവർക്കും മന്ത്രദീക്ഷകളൊക്കെ കൊടുത്തു. സ്വാമിയുടെ സമാധിക്ക് ശേഷം സ്വാമി പറഞ്ഞു, ഇത് നമ്മുടെ പേരിൽ എല്ലാവർക്കും നിങ്ങൾ ഇത് ചെയ്യണം, ഈ ദീക്ഷ കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. സ്വാമിയാണല്ലോ ഇതിന്റെ ആചാര്യനായിട്ടുള്ളത്. സ്വാമിയെ മുൻനിർത്തിക്കൊണ്ട് നമുക്കിവിടെ കൊടുത്തിരുന്നു. നമ്മുടെ ചിന്മാൻ സ്വാമികളുടെ ആര് വന്നാലും അങ്ങ് വിളിച്ചോണ്ട് പോകുമായിരുന്നു ഒരു കാലത്ത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ സ്വാമി പറയും, എന്തിനാ ഈ കൊണ്ടുവരുന്നത്, അവിടെ കൊടുത്തു, ഗുരുദേവനെ മുൻനിർത്തി അത് ചെയ്താൽ മതി. നമ്മളെന്താണ് ചെയ്യുന്നത്, അത് അദ്ദേഹത്തിന്റെ പേരിൽ എടുത്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രൂപത്തില് എല്ലാവർക്കും അതിന് അർഹത ഉണ്ട്. ഈ അനുഷ്ഠാനം അറിഞ്ഞവർക്കൊക്കെ അനുഷ്ഠാനം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല. ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നീട് ഇവര് പിൽക്കാലത്ത് വന്ന രാഷ്ട്രീയ ആൾക്കാർ അവരുടെ രാഷ്ട്രീയ രീതികളിൽ വരച്ചു കൊടുത്താണ് ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി, ഇതിന്റെ വ്യക്തമായിട്ട് അറിയത്തവരിൽ നിന്ന് കേൾക്കാൻ പറ്റില്ല. ഒരു പുസ്തകം എടുത്ത് വായിച്ചു കൊടുക്കും, അത് എന്താണ് ഏതാണെന്ന് അവർക്ക് പറഞ്ഞുകൂടെ, എന്തിനാണ് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അത് അറിയത്തക്കോരിൽ നിന്ന് കേട്ട് അങ്ങനെ ആചരിച്ചു വന്ന ഒരു സമ്പ്രദായം ഈ ആശ്രമത്തിലുണ്ട്. ഈ ആശ്രമത്തിൽ പ്രത്യേകിച്ചുണ്ട്. സ്വാമി എല്ലാവർക്കും അനുഷ്ഠാനം കൊടുക്കുമ്പോൾ 4 ശിഷ്യന്മാരുണ്ട് സ്വാമിക്ക്. 4 പേരെയും കേട്ടിട്ടാണ് അവിടെ ഇരുത്തിയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. എന്തിനാണ് എന്റെ ഉദ്ദേശം, ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും ഇനിയുള്ള തലമുറയ്ക്കൊക്കെ ഉപദേശിച്ചു കൊടുക്കണമെന്ന് ഈ രൂപത്തിലൊക്കെയാണ് സ്വാമി കൊണ്ടുവന്നത്. പിന്നെ വന്ന ചില മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ വന്നതേ ഉള്ളൂ, അത് കാര്യമില്ല, അതൊരു പ്രശ്നമില്ല. അപ്പൊ സ്വാമി അപ്പോഴും ആരുടെ പദവിയിൽ ഇരുന്നു കൊണ്ട് അനുഷ്ഠാനം കൊടുത്തിരുന്നു. അതാണ്. അപ്പം ഇവരെ ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു കുറ്റമില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവരും ഇല്ലേ. ഇപ്പൊ പൂന്തരസ്വാമിയെ പറ്റി പറഞ്ഞു മുരളി, അദ്ദേഹം ഒരു വക മിണ്ടിട്ടില്ല. അദ്ദേഹം എവിടെയെങ്കിലും അങ്ങനെ ഇരിക്കും, ഉണ്ടാതിരിക്കും. അല്ല പുള്ളി ആരെങ്കിലും ഒരു ചായ വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കുടിക്കൂല. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ആൾക്കാരില്ലേ, അവരുടന്മാരാണ്. ഇത്ര വിഭാഗക്കാരെ കാണാൻ ചെയ്യാം. അവരാരും മോശക്കാരല്ല, ആരും ഓരോ തരമാണ്, തരത്തിലുള്ള ഓരോരോ ടൈപ്പ് ആൾക്കാർ. നമ്മുടെ ഗുരുദേവനെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സ്വാമി ഒടുവിൽ വരെയും ഇപ്പൊ തിരുമേനി സ്വാമി പറയും, എപ്പോഴെങ്കിലും ചെന്നാൽ സ്വാമി വിട്ടാ ചുമ്മാ ഇരിക്കണ കാണുകയില്ലെന്നാണ് പറഞ്ഞത്. ഒരിക്കൽ മാധവാനന്ദ ഗുരുദേവൻ അവിടെ ചെല്ലുക. അപ്പൊ ആ സമയത്ത് സ്വാമി ഗുരുദേവനൊന്നും ആയില്ല. സ്വാമി ചെന്ന അവസരത്തില് ആരോടും മാധവൻ എന്ന് പറഞ്ഞു, ഇതാണ്ടോ ചെതലിരിക്കുന്നുണ്ടോ, ചെതലൊക്കെ ഒന്ന് അടിച്ചേക്കെന്ന് പറഞ്ഞിട്ട് സ്വാമി നടന്നൊക്കെ പോയി. അപ്പോൾ ദൈവത്തിന് കണ്ണു കണ്ടുകൂടല്ലോ, വ്യക്തതയില്ല. മാധവന്റെ സ്വാമി എന്ത് ചെയ്തു, പറഞ്ഞതല്ലേ കൃത്യം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ മാധവന്റെ സ്വാമി കഴിഞ്ഞ് ആരുമില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ് മാധവൻ സ്വാമി. സ്വാമി എന്ത് ചെയ്തു, പറഞ്ഞ സ്ഥലവും അടിച്ചു, അതിനോട് ഇപ്പുറത്തോട്ട് മാറി അടിച്ചു. പല സ്ഥലങ്ങളിലും അദ്ദേഹം ചെറുതടിച്ചു. വെച്ചിട്ട് അഭിമാനത്തോടുകൂടി നിൽക്കരുത്, ഞാൻ ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ള അഭിമാനത്തിൽ നിൽക്കുക. അപ്പോഴാണ് ഗുരുദേവൻ അതിലെ വീണ്ടും വരെയാണ്. അപ്പൊ അങ്ങോട്ട് കയറി സ്വാമി എല്ലാം ചെയ്തു സ്വാമി എന്ന് പറഞ്ഞു. കമ്പുണ്ട്, കമ്പം കൊണ്ട് കുത്തിരിയാണ്. ഇതോ മനസ്സിലായോ, സ്വാമി പറയില്ലേ, നമ്മൾ കണ്ടുള്ളവർക്ക് കാണുന്നതിന് എപ്പോഴും ഭയം മടങ്ങി കാഴ്ചശക്തിയാണ് ഇത്. അങ്ങനെ അത്തോടു കൂടിയാണ് മാധവൻ സ്വാമി ഫ്ലാറ്റായി. അതുവരെയും ഗുരുവിന് ഒരു വൈകല്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. പറ്റുമോ? ഒരു വൈകല്യമുള്ള ആളിനെ ഗുരുവായിട്ട് അംഗീകരിക്കാൻ ആർക്കും പറ്റില്ല. സ്വാമി അന്ന് കണ്ട ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ അത് അതല്ല. സ്വാമി അത് എപ്പോഴും ഓർമ്മിച്ച് പറയും. ഗുരുദേവന്റെ പേര് കേട്ടാൽ തന്നെ സ്വാമി ചാടി എഴുതിക്കും. അത്രയ്ക്ക് ഇതായി കൊടുത്തു. എനിക്ക് ഇവിടെ വരെയാണ് വന്നൊരു സന്ദർഭത്തില് ഇവിടെ ഒരു മണ്ഡപം ഉണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു വർക്കില് ഞങ്ങൾ ഗുരുദേവന്റെ ഒരു ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ താഴെ വെച്ചിരിക്കുകയായിരുന്നു. മൂപ്പരിക്കോട്ട് വന്നൊരു ഈസിച്ചേർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ കയറിയും കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡിൽ നോക്കിയപ്പോൾ ഗുരുദേവന്റെ ഫോട്ടോ താഴെ ഇരിക്കും. ചാടി എണീക്കും.
മാപ്പ് 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 എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മനസ്സിലായോ അതിന്റെ അർത്ഥങ്ങൾ? എന്തുമാത്രം നമുക്ക് അറിഞ്ഞൂടാത്ത എന്തുമാത്രം കാര്യങ്ങളാണ് ഇവരെല്ലാം ആചരിച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. അത്രയ്ക്ക് ഒരു ഉന്നത നിലവാരത്തിലാണ് കാണുന്നത്. കോട്ടയല്ല അത്, സാക്ഷാൽ ഗുരുദേവൻ തന്നെ അത്. ആ രീതിയിലൊക്കെയുള്ള മനോഭാവങ്ങൾ ഒരുപക്ഷെ നമ്മളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതും ആവാം കേട്ടോ. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് അങ്ങനെയുള്ള ത്രികാലജ്ഞനായിരിക്കുന്ന സ്വാമി ഏറ്റവും ഒടുവിൽ വരെയും ഈ പറഞ്ഞ കണക്ക് ശ്രവണം കൊടുത്തു, മനനൊക്കെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ കഴിയും എന്നാണ് പറയുന്നത്. ഇതിനെ കണ്ണിക്കല്ല ഞാൻ ചെയ്യുന്നത്. ശ്രുതി പക്ക പറഞ്ഞിരിക്കുകയാണ്, ഇതിന്റെ ഒരാവശ്യം അവർക്കില്ല. പക്ഷെ എന്ന് കണ്ട് അങ്ങനെ ഇരിക്കില്ല അവർ എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവർ പറഞ്ഞു, വെളിയുരുവായി അറിവായി നിറയുന്നവർ ചെയ്യുവതോ വേറുണ്ടോ? എന്തെങ്കിലും അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒന്നും തന്നെ അവർക്ക് ചെയ്യേണ്ടതായിട്ടില്ല. അങ്ങനെയാണ്, അത്രയ്ക്കും അവര് ഇതിന്റെ എല്ലാം കഴിഞ്ഞു നിൽക്കുകയാണ്. ഇതിന്റെ ഒന്നിന്റെ ഒരു കർത്തവ്യവും അവർക്കില്ല. ഈ നിലയിലാണ് ജ്ഞാനികൾ ഇതിൽ വിരാജിക്കുന്നതെന്ന് ഓർമ്മിച്ചോളാം. തിഥി, ആഴ്ച, നക്ഷത്ര യോഗം കാരണം ഇവകളെ അറിയാത്തവർ പഞ്ചാംഗത്തെ നോക്കി അറിയുന്നത് പോലെ. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചെങ്കിലും പറയുന്നത് ഇന്ന് തിഥി ഏതാണ്? ഇന്ന് പൗർണമിയാണ്. പൗർണമിയാണല്ലേ, ഇങ്ങനെ നമ്മൾ ചോദിച്ചറിയില്ല. അതുപോലെ അതേപ്പറ്റി ആരുടെങ്കിലും ചോദിച്ചറിയണം. അതുപോലെ തത്വം അറിയാത്തവർ, തത്വം എന്ന് വെച്ചാൽ എന്തിനാണ് അർത്ഥം? തൽത്വം. ഇതിനാണ് തത്വം. തൽത്വം. തലെന്ന് പറഞ്ഞ ഈശ്വരൻ, ത്വം എന്ന് പറഞ്ഞ ജീവൻ. ഈ ജീവേശ്വരന്മാരുടെ ഐക്യത്തെ അറിയാത്തവർ എന്താണ് അർത്ഥം? ഇതിനെ അറിയാത്തവർ എന്ത് ചെയ്യണം? അത് അറിയത്തക്കവരോട് ചോദിച്ചറിയണം. അതുപോലെ തത്വം അറിയാത്തവർ ശ്രവണം ചെയ്യണം. പൊന്നിന്റെ മാറ്റിന് സന്ദേഹമുള്ളവർ ചാണയിൽ ഉരച്ചു നോക്കണം. ഇതുപോലെ ജീവബ്രഹ്മങ്ങളുടെ അഭേദം, സത്യമോ ഭേദം, സത്യമോ എന്നീ വണ്ണമുള്ള സന്ദേഹമുള്ളവർ മനനം ചെയ്യണം. ജീവബ്രഹ്മങ്ങള് രണ്ടാണോ അതേ ഒന്നാണോ? ഇപ്പൊ രണ്ടായിട്ടിരിക്കുക. ജീവൻ വേറെ, ബ്രഹ്മം വേറെ. ജീവബ്രഹ്മങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ജീവേശ്വരന്മാരെയാണ്. ബ്രഹ്മത്തെയും വിടാം, കാരണം ഇവിടെ ജീവേശ്വരന്മാരെയാണ് പറയുന്നത്. ജീവനും ഈശ്വരനും, ഞാനും നീയും ഒന്നാണോ രണ്ടാണോ? രണ്ടാണ്. അതല്ലേ നമ്മുടെ ഇപ്പൊ സാധാരണ സാമാന്യ ദൃഷ്ടി. പക്ഷെ ഇതിൽ ഭേദമാണ്. ഇത് ഭേദമായിട്ടാണോ ഞാനും അജയനുമായിട്ടിരിക്കുന്നത്? ഭേദമായിട്ടാണോ അഭേദമായിട്ടാണോ? വാസ്തവത്തിൽ അഭേദമായിട്ടാണ് ഇരിക്കുന്നത്. ഇത് അറിയാത്തവരെന്ത് ചെയ്യണം? മനനം ചെയ്യണം. നല്ലപോലെ ഇതിനെ വിചാരിച്ചറിയണം എന്നാണ് പറഞ്ഞത്. അതാണ് ചാണയിൽ ഒരിച്ചെന്നൊക്കെ പറയുന്നത്. എന്നിവയുള്ള സന്ദേഹമുള്ളവർ മനനം ചെയ്യണം. അതുപോലെ ദിക്ഭ്രമമുള്ളവർ, ഇത് കിഴക്കാണോ പടിഞ്ഞാറാണോ എന്നൊക്കെ അറിയാൻ ഉള്ള ഒരു സംശയമുള്ളവർ സൂര്യനെ നോക്കി തെളിയുന്നത് പോലെ. ഇതാണ് വിപരീത ഭാവന. വിപരീത ഭാവനയുള്ളവര് നിധിധ്യാസനം ചെയ്യണമെന്നാണ്. വിപരീത ഭാവന എന്ന് പറയുന്നത് സദ്ഭാവന എന്ന് പറയുന്നത് അതിനനുഗുണമായിരിക്കുന്ന സ്വഭാവ വിശേഷത്തോടുകൂടി നമുക്ക് നിൽക്കാം. അതിന് വിപരീതമായി പോകുന്ന സ്വഭാവ വൈശേഷികൾ ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിന് വിപരീതമാണെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, മനസ്സിന്റെ ആ സാത്വിക ബുദ്ധി സത്വഗുണത്തിനെ നിലനിർത്തി, സത്വ ഗുണത്തെ നിലനിർത്തി ആ രൂപത്തിൽ തന്നെ നമുക്ക് നിൽക്കാം, ജ്ഞാനമായിട്ട് തന്നെ നിൽക്കാം. അതിന് വിപരീതമായിട്ട് വരുന്നവരെന്ത് ചെയ്യണം? ഇത് നിധിധ്യാസനം ചെയ്യണം. അങ്ങനെ ഇരുന്ന് പഴകണം. മാറിപ്പോകും. ഒരാളിനെ നോക്കുമ്പോൾ തന്നെ ആ വിപരീതം ഇതിൽ വരും. അങ്ങനെ വരുന്നവരെന്ത് ചെയ്യണം? നിറയെ ധ്യാനിക്കണം. ധ്യാനിച്ച് അതിനാണ് നിധിധ്യാസനം ചെയ്ത് പഴകം പറഞ്ഞത്. ഇരുന്ന് നോക്കണം. അങ്ങനെ എത്ര സമയം ഇരിക്കുമോ അത്ര സമയം ഇരുന്ന് നോക്കണം. ഈ വിപരീത ഭാവന മാറുന്നവരെ ഇരുന്ന് നിധിധ്യാസനം ചെയ്ത് പഴകിക്കോളും. ഓരോന്നിനും ഓരോ മരുന്ന്, ഓരോന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രവണം ചെയ്യേണ്ടത് ആരാണ്? ജീവബ്രഹ്മങ്ങളുടെ അഭേദമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. തത്വം അറിയാത്തവർ ശ്രവണം ചെയ്യണം. തത്വം അതായത് ഇവിടെ 9 ലക്ഷ്യമാണ് ജീവൻ എന്ന് പറഞ്ഞത്. 9 ഉദ്ദേശിക്കുന്ന ജീവനെയും, തല്ലെന്ന് ഉദ്ദേശിക്കുന്നത് ഈശ്വരനെയും. ഇത് തന്നെയാണ് ഞാനും നീയും.
ഞാനും നീയും, ഞാൻ നീ, ഞാൻ തന്നെ നീ, അതാണ് ജ്ഞാനി. ജ്ഞാനിയായിട്ട് പിന്നെ പറഞ്ഞു. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നീ എന്നറിയുന്നു. നീ, നീ തന്നെ ഞാൻ, അല്ലാതെ എനിക്ക് വേറായോ ഒന്നല്ല നീ എന്നുള്ള രൂപത്തിൽ ജ്ഞാനികളായിട്ട് ഇതിൽ മാറും വരും. നീ എന്ന് പറയുന്നത് ഈശ്വരനെയാണ്, പിന്നെ ഞാനെന്ന് പറയുന്നത് ജീവനെയാണ്. ഈ ഈശ്വരനും ജീവനും ഒന്ന് തന്നെയാണ്. വ്യത്യാസം എന്ത് തോന്നിയെന്ന് ചോദിച്ചാൽ അവർ പിന്നെ പറഞ്ഞു കൊടുത്തു, ഇതിന്റെ ഉപാധികളിൽ ആണ് വ്യത്യാസം ഇരിക്കുന്നത്, അതിന്റെ ചൈതന്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. ഉപാധികളിലുള്ള വ്യത്യാസത്തെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പറഞ്ഞു കൊടുക്കുന്ന തത്വം എന്ന് പറഞ്ഞാൽ ഈ ഉപാധികളെയാണ്. ഈ ദേഹ ഇന്ദ്രിയ മനസ്സ് ബുദ്ധി ചിത്ത അഹങ്കാരം പ്രാണൻ, ഇതാണ് ഉപാധികൾ. ജീവന്റെ ഉപാധികളെ നീക്കി അതിന്റെ ചൈതന്യ മാത്രത്തെ ഉണർന്നു നിൽക്കുന്ന 9 ലക്ഷ്യമായി നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ്. അത് തന്നെ ഈശ്വരന്റെ ഉപാധികളെ നീക്കി അതിന്റെ തൽപത ലക്ഷ്യമായി ഉണർന്നു നിൽക്കുന്നു. അതാണ് ബ്രഹ്മം. ഈ ജീവനും ഈ പരമാത്മാവും, ഈ ജീവാത്മാവും ആ പരമാത്മാവുമായിട്ട് ഒന്നാണെന്ന് അറിയുന്നത് ഇവർ തമ്മിലുള്ള ഐക്യം. ഇതിനെയാണ് തത്വം അറിഞ്ഞവർ. അങ്ങനെ അറിഞ്ഞവരായിട്ട് ഉള്ളവരെ സംബന്ധിച്ച് അവർ ചെയ്യത്തക്കതായിട്ട് ഒന്നും തന്നെ ഇല്ല. അവർ അറിഞ്ഞുപോയി, അവർക്ക് ചെയ്യാൻ എങ്ങനെ പറ്റുമോ ചെയ്യാൻ മനസ്സറ്റുപോയില്ലേ. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മുടെ ഗുരുദേവനൊക്കെ അനുഷ്ഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് പറഞ്ഞത് മാത്രമേ അവരങ്ങനെ ഒന്നും ചെയ്യാതിരിക്കില്ല. അവർ ലോകോപകാരപ്രദമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ആർക്കെങ്കിലും ഒരു ഉപയോഗം, അവരെ കാണുന്ന വഴി തന്നെ ഉപയോഗം വരും, പ്രയോജനം ഉണ്ടാവും. അല്ലെങ്കിൽ അവരൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന വഴി പ്രയോജനമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 29ാമത്തെ പദ്യം വായിച്ച് തീർത്തത്. ഒരു 5 മിനിറ്റ് ഇതിനെപ്പറ്റി സംശയങ്ങൾ തോന്നിയത് ചോദിക്കുകയാണെങ്കിൽ പറയാം. മൂലം 26 മുതൽ നമ്മൾ 29 വരെ വായിച്ചു. ഇത് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ നല്ല ഒരു ക്ലിയർ പിക്ചർ കിട്ടും. മെയ്യും കൊണ്ട് പ്രാരബ്ധം തരും വിധി വഴി നിഞ്ചിടവും. ഇതാണ് പ്രാരബ്ധം അനുഭവിക്കാനാണ് ഈ ശരീരം തന്നിരിക്കുന്നത്. ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ ഉണ്ടായി? ആഗ്രഹങ്ങളാണ്, ഈ ലോകത്തോടുള്ള ആഗ്രഹങ്ങളാണ്. അത് സഫലീകരിക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വാഹനമായിട്ട് ഒരു സംഭവമാണ് ഈ ശരീരം. ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ഒരാഗ്രഹം സഫലമാകണമെങ്കിൽ 100 ആഗ്രഹങ്ങൾ വേറെ ഉണ്ടാവും. അപ്പൊ ആ രൂപത്തിൽ ഇത് സഫലീകൃതമാകില്ല. പക്ഷെ സഫലീകൃതമാകും ജ്ഞാനമുണ്ടായ. ഈ ആഗ്രഹങ്ങൾ നടക്കും, അതോടുകൂടി തന്നെ ഇത് ഇല്ലാതായി പോകും. ഇതിനോട് പറയാം, ജ്ഞാനം ഉണ്ടായാൽ മതി. ജ്ഞാനമുണ്ടായിട്ട് ആദ്യകാലങ്ങളിൽ അങ്ങനെയല്ലേ നമ്മുടെ ഭാരതീയ സംസ്കാരം. ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഉപനയനവും തുടങ്ങിയ ഇതൊക്കെ കഴിപ്പിച്ച് അവരെ വേദപഠനത്തിന് അയക്കുക. വേദപഠനത്തിന് അയക്കാത്ത അർത്ഥം ജ്ഞാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജ്ഞാനവാനാക്കിയ ശേഷം അവനൊരു വിവാഹം ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം. അപ്പം ആ വേദപഠനം പിന്നെ കഴിഞ്ഞ് ആ ജ്ഞാനമുണ്ടായതിനു ശേഷം ഈ പ്രാരംഭത്തെ അനുഭവിച്ചാൽ ഇനി കർമ്മം പറ്റില്ല, പുനരാവർത്തി ഉണ്ടാവുകയില്ല. പുനരാവർത്തി രഹിതമായിട്ടുള്ള മുക്തി ഇതിലുണ്ടാവും. ഇനി ഒരു ശരീരം എടുത്തു വന്ന് ക്ലേശിക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെയാണ് ഗുരുദേവൻ സ്വാമി ഇത് കേട്ടതാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു ജന്മം എനിക്കിത് വേണ്ട എന്നൊക്കെ പറയുന്നത് നാരായണ എന്നൊക്കെ പാടുന്ന ഇവരാണ്. ഇവരെ സംബന്ധിച്ച് അറിയാം ജന്മ ദുഃഖമാണ്. എന്തൊക്കെ ഉണ്ടായാലും ഇതിന് ദുഃഖമയം. സ്വാമി അതിനൊരു കഥ പറഞ്ഞ എങ്ങനെയാണ്, പണം ഉണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം. കുട്ടികളുണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം. ആരോഗ്യം ഉണ്ടെങ്കിൽ ദുഃഖം, ഇല്ലെങ്കിൽ ദുഃഖം. ഇങ്ങനെ എല്ലാത്തിലും കോമൺ ഫാക്ടറായിട്ട് ദുഃഖം നിൽക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കുന്ന ഒരു പ്രക്രിയക്ക് ഒരു വിരാമം ഇടുന്നതിനെയാണ് മുക്തിയടയുന്നത്. പ്രക്രിയക്ക് ഒരു വിരാമം,
ശാശ്വത മുക്തി. ഇപ്പൊ ഇതിന് മുക്തിയുണ്ട് കേട്ടോ. അപ്പം വലിയൊരു ക്ലേശമാണ് അതൊരു വീട് വെക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഒരു ദൈവകൃപയാൽ കുറച്ച് പൈസ എവിടുന്നൊക്കെ കിട്ടി ഒരു വീട് വെക്കാൻ തുടങ്ങി. വീട് വെച്ചു. ഒരു ഭയങ്കര ഒരു മുക്തി തന്നെ, അതൊരു മുക്തിയാണ്. കാരണം അവന്റെ കുട്ടികളെല്ലാം വിട്ട് അവരാഗ്രഹം സഫലീകരിച്ചു. പക്ഷെ എത്ര സമയത്തേക്ക് സമയം അത് കഴിഞ്ഞാൽ അടുത്ത അതിലേക്ക് വരെയാണ് അയ്യോ നമുക്ക് ഇങ്ങനെ കൂടെ ഉണ്ടായിരിക്കണം, അങ്ങനെ കൂടെ ഉണ്ടായി, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആഗ്രഹങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിനെയൊക്കെ ആർക്ക് പറ്റുമോ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന് കണ്ടിട്ടാണ് ഇതിൽ ത്യാഗികളായിട്ട് കുറെ പേരുണ്ട്. ഇതിനെല്ലാം വിട്ടുകളഞ്ഞവർ. ഇതെല്ലാം പോട്ടെ, ഇതെനിക്ക് വേണ്ട, ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും എനിക്ക് വേണ്ട. ആ നിലയിലേക്ക് മനഃപൂർവ്വമായി തീരുമാനിച്ച് വരുന്നവർക്ക് പറ്റും, കുറച്ചൊക്കെ പറ്റും. പക്ഷെ ജ്ഞാനമില്ലെങ്കിൽ അതൊന്നും നിലനിൽക്കില്ല. സാഹചര്യം എന്ന് പറഞ്ഞ ഈശ്വരന്റെ ഈ പരിസ്ഥിതിയുമായ ഈശ്വരന്റെ ഒരു എന്താ പറയും ഒരു വൈതന്യാണ്. ഇതിനെ കടക്കാതെ അതിലേക്ക് വരാൻ പറ്റില്ല. ഇതിനെ കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പൗരുഷം ഉണ്ടായാൽ പൗരുഷം ആ പൗരുഷം എന്നൊക്കെ പറഞ്ഞ ഇതിനെയാണ്. പുരുഷനായിരിക്കും, സ്ത്രീകൾക്ക് പറ്റില്ല. സ്ത്രീകൾ എന്ന് വെച്ചാൽ ചാബല്യമുള്ളവരാണ് സ്ത്രീകൾ, അല്ലാതെ പെണ്ണുങ്ങളല്ല. ചാബല്യമുള്ള മനസ്സിനെയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുരുഷന് ഇതിനെ ഗോഷ്ഠതുല്യം നടക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ സ്വാമിമാർ പറഞ്ഞ് കേട്ടിരിക്കുക. എല്ലാം മനസ്സിൽ വെച്ച് ഇങ്ങനെ ചിന്തിക്കുക. സദാസമയവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. യുക്തികളെല്ലാം തന്റെ ഉള്ളിലിരിക്കുന്ന സ്വാത്മഗുരു തോന്നിപ്പിക്കും. സ്വാത്മഗുരുവാണ് ഇത് തോന്നിപ്പിക്കുന്നത്. അല്ലാതെ വേറെ വെളിയിൽ നിന്നുള്ള ഗുരുവിന് ഒരു പരിധി വരെ നമ്മളെ രക്ഷിക്കാൻ പറ്റും. തന്റെ ഉള്ളിലുള്ള ആ ഗുരുവാണല്ലോ. അതിലെന്ത് വേണം? മനസ്സ് ശുദ്ധമായി മതി. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് കേവലം മനസ്സിന്റെ ശുദ്ധിക്കായിട്ട് ഈ ശാസ്ത്രങ്ങൾ പറയുന്നു. ആരും ജ്ഞാനികളാക്കുകയല്ല, അവരിൽ താൻ സ്വയം ആ ജ്ഞാനസ്ഥനാണെന്നുള്ളത് അവർ ഉണരുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണല്ലേ ഇരിക്കുന്നത് എന്ന് അവർ തന്നെ ആ പ്രത്യഭിജ്ഞയോടുകൂടി ഉണരുകയാണ്. ഈ ഉണർച്ച വരുന്നതിന് നമുക്ക് വേണ്ട കാപട്യ രഹിതമായിട്ട് ജീവിതം നയിച്ചുകൊണ്ട് മാത്രം മതി. ഒരു ശുദ്ധന്മാര് സിംഹൻസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ 16 വയസ്സ് തികഞ്ഞ സ്വാമിക്ക് 16 വയസ്സ് തികഞ്ഞ ആ ദിവസമാണ് മരണപ്പെട്ടത്. അവരെ പറ്റി പറയണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സിമ്പിള് പേടിയുള്ള സ്ത്രീയാണ്. ഭയങ്കര പേടിയാണ്. വിശ്വംഭരൻ എന്ന് പറഞ്ഞാൽ ആ മൂത്ത മകനാണെങ്കിലോ ലോക കില്ലാടിയാണ്. എവിടെയും പോയി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ തള്ളാണെങ്കിൽ ഇവിടുന്ന് പേടിച്ച് പോകും. മറ്റുള്ളവരടുത്ത് പോയി പറയുന്നു എന്നെ പോകും പാവം ചെയ്യുക. ഈ രൂപത്തിലൊക്കെയാണ് അവർ പോയിക്കൊണ്ടത്. ഈ ഇദ്ദേഹം ഇവരാണ്. പക്ഷെ അമ്പേരെ മുമ്പേ പൊതുവാണ്. ഭയങ്കരമായ ഒരു വിജയവും പ്രത്യേകതകളാണ്. അങ്ങനെ ഭയപ്പെട്ട് ഇവര് ജീവിച്ച ഒരു സ്ത്രീയാണ്. പിന്നെ ജീവിതത്തിൽ വല്ലാത്തൊരു ദുഃഖപ്രദമായിരുന്നു. പക്ഷെ ഒരു മരണപ്പെട്ടപ്പോൾ ഒരു സമാധിയായിരുന്നു. ഒരു ഈ ബ്രഹ്മം ഈശ്വരൻ നിലനിന്നില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഒരു സമാധിയുടെ നിലയായിരുന്നു. ശുഭ്രാന്ന് പറഞ്ഞ് കൈ പിടിച്ചു കളഞ്ഞ കൈ, പിന്നെ കുറുക്കി വെച്ചിരുന്ന കൈയെ പൊളിച്ചെടുക്കാൻ വലിയ പാടുണ്ട്. കൈ പിടിച്ചല്ലേ, പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇളവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെ എത്രയോ പേര് ശുദ്ധമായിട്ട് ജീവിച്ച് സമാധി എന്ന ചിന്തസ്വാമി പറഞ്ഞ സ്ഥിതിക്ക് അത് സമാധി തന്നെയാണ്. ഇതെല്ലാം പഠിച്ചിട്ട് മാത്രമൊന്നുമല്ല ഇത് ഉണ്ടാവുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചോ. ഇതൊക്കെ എങ്ങനെയാണ് അതിലെ ജന്മാന്തരങ്ങൾ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ് ഇതെല്ലാം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഭഗവാനെ ഗുരുക്കന്മാർ നമ്മളെയും അങ്ങനെ നേരായ രീതിയിൽ കൊണ്ടുവന്ന് വയ്യനേതുള്ള നിന്റെ അനന്ത ജന്മങ്ങളാണ്ട വയ്യനെ ഉപദേശിക്ക വെളിവന്ന ഗുരുവേ പോറ്റി.